സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് 2025 വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി അനധികൃതമായി പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരെ ഒഴിവാക്കുന്നതിനായി പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ പരിശോധിക്കുന്ന നടപടികൾ സംസ്ഥാനത്ത് കർശനമാക്കി. ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ പട്ടികയിൽ നിന്നും അനർഹമായി തുക കൈപ്പറ്റിയ പൊതുമരാമത്ത് വകുപ്പിലെ 31 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയത്. ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കർശന നടപടികളും കർശന പരിശോധനയും ആരംഭിച്ചു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2025 ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തുക അനുവദിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന 4 ഗഡുവിൽ 1 ഗഡു കുടിശ്ശിക കൂടി ഉടൻ തന്നെ തനത് പെൻഷൻ തുകയോടൊപ്പം നൽകുമെന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം ബാക്കിയുള്ളതിൽ 2 ഗഡുക്കൾ കൂടി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 1 ഗഡു കൂടി നൽകുമെന്നുള്ള അറിയിപ്പും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. താമസിയാതെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുക്കളായി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. വൈകിയെങ്കിലും 3 ഗഡുക്കൾ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 7-ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇതിനു മുന്നോടിയായി 1 മാസത്തിലെ പെൻഷൻ തുകയും 1 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയും നൽകാനാണ് സർക്കാർ നീക്കം.